ആലുവയിൽ 5 വയസ്സുകാരിയായ ബാലിക കൊല്ലപ്പെട്ടിട്ട് 1 വർഷം പിന്നിട്ടിട്ടും വീട് വെച്ച് നൽകാമെന്ന സർക്കാർ വാഗ്ദാനം വെറും വാക്കായി തുടരുകയാണ്. വാടക വീടുകൾ മാറി മാറി ജീവിക്കുന്ന കുടുംബം പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണിപ്പോൾ. 1 വർഷം മുമ്പാണ് ആലുവയിൽ ബീഹാർ സ്വദേശിയുടെ മകൾ 5 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന് സർക്കാർ നവകേരള സദസ്സിലൂടെ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ കൊലപാതകം നടന്നിട്ട് 1 വർഷം പിന്നിട്ടിട്ടും സർക്കാർ വാഗ്ദാനം പാലിച്ചിട്ടില്ല. കുട്ടിയുടെ മരണശേഷം കുടുംബം പുതിയ വാടക വീട്ടിലേക്ക് മാറിയെങ്കിലും കരാർ കാലാവധി കഴിഞ്ഞതോടെ വീട്ടുടമ ഈ വീട് മറ്റൊരാൾക്ക് വിറ്റു. ഇതോടെ പുതിയ വാടക വീട് കണ്ടെത്തേണ്ട അവസ്ഥയിലായി കുടുംബം. മക്കളോടൊപ്പം വാടക വീട് വിട്ടിറങ്ങേണ്ട ആശങ്കയിലാണ് തങ്ങളിപ്പോൾ ഉള്ളതെന്ന് കുടുംബം പറയുന്നു. होलसेलिंग का जिप्सम का काम करता हूँ। प्राइवेट जॉब है हमारा, कभी जॉब मिलता है कभी नहीं मिलता है, फिर भी हमारा अच्छा चलता है, कोई मुश्किल नहीं। अभी तईकाटकरा में रहता हूँ। तईकाटकरा हाँ, बच्चा लोग को तीनों का स्कूल है। 3 स्कूल में हाँ, 2 स्कूल में जाता है और 1 आंगनबाड़ी में जाता है। 4 മക്കളടങ്ങുന്ന കുടുംബം കുട്ടിയെ അടക്കം ചെയ്ത ശ്മശാനത്തിലെത്തി പ്രാർത്ഥന നടത്തി. കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദിയായ ബീഹാർ സ്വദേശി അസ്ഫാകാലത്തിന് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ജനം, കൊച്ചി.